ആയിഷ ബീവി റളിയല്ലാഹു അൻഹ ഉമ്മുന, നമ്മുടെ ഉമ്മയാണ് ആയിഷ ബീവി റളിയല്ലാഹു അൻഹ. ആലിമത്താണ്, പണ്ഡിതയാണ് ആയിഷ ബീവി റളിയല്ലാഹു അൻഹ. അത്വാ ഇബ്നു അബീ റബാഹ് റളിയല്ലാഹു അൻഹു അടക്കം മുസ്ലിം ഇബ്നു യസാർ എന്നവരടക്കം പ്രഗത്ഭരായ താബിഈങ്ങൾ മഹദിയിൽ നിന്ന് കേട്ടുപഠിച്ച എത്രയോ ഹദീസുകളുണ്ട്, ഫിഖഹിന്റെ മസ്അലകളുണ്ട്. ഒരു 18 വയസ്സുവരെ ഹബീബിന്റെ കൂടെ നടന്ന ഒരു കുസൃതി കാലമേ നമുക്ക് ആയിഷ ബീവിയും തങ്ങളും തമ്മിലുള്ള ബന്ധങ്ങളിൽ നമുക്ക് ഹദീസിൽ കാണുള്ളൂ. അത് കഴിഞ്ഞ് വീണ്ടും 40 വയസ്സുവരെ ജീവിച്ച് 60 വയസ്സുവരെ ജീവിച്ച് വഫാത്തായ മഹദിയാണ് ആയിഷത്തു സിദ്ദീഖ റളിയല്ലാഹു അൻഹ. 60 വയസ്സുണ്ട് വഫാത്താകുന്നത്. നമ്മൾ 18 വയസ്സ് വരെയുള്ള ഹദീസേ നമുക്ക് കാണുള്ളൂ. അതിനുശേഷം മഹദിയുടെ ഒരു പാണ്ഡിത്യത്തിൻ്റെ ജീവിതമുണ്ട്. തങ്ങളുടെ വഫാത്തിന് ശേഷം പിന്നെ ഇൽമിന് വേണ്ടി മഹദി ഇരുന്നതാണ്, ജനങ്ങൾക്ക് ഇൽമ് പറഞ്ഞു കൊടുക്കാൻ. ഹിജാബ് വെച്ചിട്ട് ഹിജാബിന്റെ മറവിൽ നിന്നുകൊണ്ട് ആയിഷ ബീവി റളിയല്ലാഹു അൻഹയോട് സ്വഹാബിമാർ മസ്അലകൾ വന്ന് ചോദിച്ചു പഠിക്കുമായിരുന്നു. അങ്ങനത്തെ പണ്ഡിതയാണ് മഹദിയായ ആയിഷത്തു സിദ്ദീഖ റളിയല്ലാഹു അൻഹ. ഉർവത്ത് ബിൻ സുബൈർ എന്നവരെ, അസ്മാ ബീവിന്റെ മോനാണ്, ആയിഷ ബീവിയുടെ ജ്യേഷ്ഠത്തിന്റെ മകൻ സുബൈർ ഇബ്നുൽ അവ്വാം എന്ന ഹവാരിയു റസൂലില്ലാ സുബൈരിൻ തുൽഹത്തിൻ വ അബി ഉബൈദ എന്നൊക്കെ ബുസ്രി ഇമാം പാടിയ സ്വർഗത്തിലേക്ക് പോകുന്ന 10 പേരിൽ തങ്ങൾ പേരെടുത്ത് പറഞ്ഞ ഒരു മഹാനു കൂടിയാണ് അസ്മാ ബീവിയുടെ പുതിയാപ്പിള സുബൈർ ഇബ്നുൽ അവ്വാം റളിയല്ലാഹു അൻഹു. അവരുടെ മകൻ ഉർവത്ത് ബിൻ സുബൈർ എന്നവര് കാല് മുറിക്കപ്പെട്ട് വലിയൊരു പരീക്ഷണത്തിന് വിധേയനായ താബിഈയാണ്. മഹാനവറുകൾ ആയിഷ ബീവിയോട് പറയുമായിരുന്നു, മാ അജബു മിൻ ഇൽമികി ബികിതാബില്ലാഹി വലാ ബിസുന്നതി റസൂലില്ലാഹ്. ഉമ്മ ആയിഷ ബീവിയെ ഉമ്മ എന്നാ വിളിക്കുക. അവരും അവരുടെ അനുജൻ അബ്ദുല്ലാഹി ഇബ്നു സുബൈർ എന്നവരും റളിയല്ലാഹു അൻഹു സ്വഹാബിയാണ്. മദീനയിൽ ആദ്യം പ്രസവിക്കപ്പെട്ട മോനാണത്. ആയിഷ ബീവിയെ തന്നെ ഉമ്മു അബ്ദുല്ല എന്നാ പറയാം, അബ്ദുല്ലാന്റെ ഉമ്മ. ആയിഷ ബീവിക്ക് മക്കളൊന്നുമില്ല. പിന്നെ അബ്ദുല്ലാന്റെ ഉമ്മ എന്ന് പറയുമ്പോൾ ഈ അബ്ദുല്ല ആരാന്നറിയോ? ജ്യേഷ്ഠത്തിന്റെ മോനാ അബ്ദുല്ലാഹി ഇബ്നു സുബൈർ. അവരും ഉർവത്ത് ബിൻ സുബൈർ എന്നവരും ആയിഷ ബീവി റളിയല്ലാഹു അൻഹയുടെ ഹിജ്റിലാണ് നിന്ന് പഠിച്ചതും വളർന്നതൊക്കെ. അതുകൊണ്ട് അവരൊക്കെ ഉമ്മ എന്നാ വിളിക്കുക. ആയിഷ ബീവി പ്രസവിച്ച ഉമ്മയല്ല, എളാമയാണ്, എന്നാലും അങ്ങനെ വിളിക്കുക. യാ ഉമ്മാ മാ അഅജബു മിൻ ഇൽമികി ബികിതാബില്ലാഹി വലാ ബിസുന്നതി റസൂലില്ലാഹ് വലാകിന്നി അഅജബു മിൻ ഇൽമികി ബിത്തിബ്. ആയിഷ ബീവി വിശുദ്ധമായ ഖുർആനും ഹദീസും അത് നിങ്ങൾക്കറിയും, നിങ്ങൾക്കതിൻ്റെ ഇൽമുണ്ട്. ആ ഇൽമിനെ പറ്റിയൊന്നും എനിക്കൊരു അത്ഭുതമല്ല. നിങ്ങൾ റസൂലുള്ളാഹി തങ്ങളുടെ ഭാര്യയായി ജീവിച്ച മഹദിയാണ്. പക്ഷേ കിതാബും സുന്നത്തൊക്കെ പഠിച്ചതിൻ്റെ പുറമെ നിങ്ങളിപ്പോ മെഡിസിനും മരുന്നും എഴുതി കൊടുക്കുന്നുണ്ടല്ലോ, എപ്പോഴാ ഡോക്ടറായത്? അതെനിക്ക് ഭയങ്കര അത്ഭുതമാണ്. വലാകിന്നി അഅജബു ബിഇൽമികി ബിത്തിബ്. നിങ്ങൾ എവിടെ നിന്നാണ് MBBS പഠിച്ചതെന്നൊക്കെ ചോദിച്ച പോലെ നിങ്ങൾ എവിടെ നിന്നാണ് ആയിഷ ബീവി മെഡിസിൻ പഠിച്ചത് എന്ന് ചോദിച്ചു ഉർവത്ത് ബിൻ സുബൈർ എന്നവരെ റളിയല്ലാഹു അൻഹു. അത് പഠിച്ചെടുത്തതാണ്. പെൺകുട്ടികളെ പറയും കല്യാണം കഴിഞ്ഞാൽ പിന്നെ പഠിക്കാൻ പറ്റൂല. കല്യാണം കഴിഞ്ഞതിന് ശേഷമാണ് ആയിഷ ബീവി പണ്ഡിതയായി മാറിയത്. കല്യാണം കഴിച്ചതിന് ശേഷമാണ് ആയിഷ ബീവി റളിയല്ലാഹു അൻഹ ഹാഫിളത്തായത്. കല്യാണം കഴിഞ്ഞതിന് ശേഷമാണ് അവർ ഹദീസ് പണ്ഡിതയായി മാറിയത്, മുഫസ്സിറത്തായി മാറിയത്, ഫഖീഹത്തായി മാറിയത് ഒക്കെ കല്യാണം കഴിഞ്ഞതിന് ശേഷമാണ്. അതിനുശേഷമാണ് വലിയ മുദരിസത്തായി സേവനം ചെയ്തത്. ഒക്കെ കല്യാണത്തിന് ശേഷം, തങ്ങളെ വിവാഹം ചെയ്തതിന് ശേഷമാണ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് ഇന്നൊക്കെ കേട്ടുകൊണ്ട് പഠിക്കാൻ തന്നെ ഒരുപാട് അവസരങ്ങളുണ്ട്, കണ്ടുപഠിക്കാൻ അവസരങ്ങളുണ്ട്, വായിച്ചു പഠിക്കാൻ അവസരങ്ങളുണ്ട്, ഒരുപാട് കോഴ്സുകളുണ്ട്, സംവിധാനങ്ങളുണ്ട്. നമ്മളൊക്കെ വലിയ ഭാഗ്യവാന്മാരാ. അതുകൊണ്ട് സഹോദരിമാരെ, നിങ്ങളാണൊരു കുടുംബത്തിന്റെ ആണിക്കല്ല്. വാപ്പമാർ, ആണുങ്ങൾ വീട്ടിലുണ്ടാവുന്ന സമയം കുറവായിരിക്കും. അവര് ജീവിതത്തിന്റെ തിരക്കിൽ ഓടുന്ന ആളുകളാണ്. അതുകൊണ്ട് മക്കളെ കാണുന്നതും അവരെ പരിചരിക്കേണ്ടതും അവർക്ക് അച്ചടക്കം പഠിപ്പിക്കേണ്ടതും ഉമ്മമാരെ നിങ്ങളുടെ ചുമലിൽ കിടക്കുകയാണ്. അതിനൊക്കെ തന്നെയാണ് നിങ്ങളുടെ കാലിന്റെ താഴെയാണ് സ്വർഗം എന്ന് പുണ്യനബി പറയാൻ കാരണം. നിങ്ങൾ ചെയ്യുന്ന ഡ്യൂട്ടി ഭയങ്കര ഡ്യൂട്ടിയാണ്. ഉമ്മയുടെ കാലിന്റെ താഴെയാണ് സ്വർഗം. ഒരു പ്രസവം കഴിഞ്ഞാൽ ഒരു പെണ്ണിന് ഇതിലും വലിയൊരു അനുഗ്രഹം ഇനി എന്ത് വേണം? ഒരു പ്രസവിച്ച പെണ്ണിന്, ഒരു കുഞ്ഞിന് ജന്മം കൊടുക്കാൻ കഴിഞ്ഞാൽ അവിടെ മുതൽ അവർ ഉമ്മയാണ്. ഉമ്മയുടെ കാലിന്റെ ചുവട്ടിൽ സ്വർഗമാണ് എന്ന് അല്ലാഹുവിനെ ഭയപ്പെട്ട് ജീവിക്കുന്ന ഒരു ഉമ്മക്ക് ഇനി ഇതിലും വലിയ ഒരു സർട്ടിഫിക്കേഷൻ ഇനി എന്താ വേണ്ടത്? മാഷാ അല്ലാഹ്. ആയിഷ ബീവി റളിയല്ലാഹു അൻഹ പറഞ്ഞു, യാ ഉറയ്യ
ഉർവ എന്നവരെ സ്നേഹത്തോടെ ആയിഷ ബി വിളിച്ചിരുന്ന വാക്കാണ് ഉറയ്യ. ഉർവത്തിനെ ഒന്ന് തസ്ഗീർ ചെയ്യാന്ന് പറയാം. ഇന്ന റസൂലല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കാന യംറദ്. നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ, അല്ലാഹുവിന്റെ റസൂൽ രോഗിയായി മാറാറുണ്ട്, നബി തങ്ങൾക്ക് രോഗം വരാറുണ്ട്. വഇന്നൽ വുഫൂദ കാനത് തഫിദു അലൈഹി. അറേബ്യൻ ഉപദ്വീപിന്റെ നാനാഭാഗങ്ങളിൽ നിന്ന് ഹബീബിനെ കാണാൻ വേണ്ടി യാത്രാ സംഘങ്ങൾ വരാറുണ്ട്, നിവേദക സംഘങ്ങൾ. ഒരുപാട് ഗോത്രങ്ങളുടെ തലവന്മാർ, നേതാക്കന്മാർ സംഘമായി ഹബീബിനെ കാണാൻ വരാറുണ്ട്. അപ്പൊ ഹബീബിനൊരു പനിയോ എന്തെങ്കിലും അസുഖങ്ങളോ ഉണ്ടെങ്കിൽ നബി തങ്ങൾക്ക് വേണ്ടി പ്രിസ്ക്രിപ്ഷൻ എഴുതി കൊടുക്കാറുണ്ട് അവരെ. ആ വരുന്നവരിൽ വൈദ്യന്മാരുണ്ടാവും, ഡോക്ടർമാരുണ്ടാവും. അവര് ഈ അസുഖത്തിന് ഇന്നതാണ് മരുന്ന് എന്നവർ പറഞ്ഞു കൊടുക്കും. അപ്പൊ ഹബീബിന്റെ അടുത്ത് ഏതെങ്കിലും സ്വഹാബിന്റെ അസുഖമുള്ള ആള്, അവർക്കുള്ള മരുന്ന് അവര് പറഞ്ഞു കൊടുക്കും. ഇത് ആയിഷ ബീവി റളിയല്ലാഹു അൻഹ കേൾക്കും. ഭയങ്കര അത്ഭുതം. ഒരൊറ്റ റൂമായിരുന്നു. റൂമിന്റെ നടുവിലങ്ങ് കർട്ടൻ വിരിച്ചാൽ ഒരു സൈഡ് അടുക്കളയായി മാറി, ഒരു സൈഡ് ലിവിംഗ് റൂമാണ്. അപ്പൊ ഇവിടെ നബി തങ്ങളും സ്വഹാബികളൊക്കെ ഇരിക്കുക. ആ കർട്ടന്റെ മറവിൽ ആയിഷ ബീവി ഇരിക്കുന്നുണ്ടാവും. അവിടെ ഭക്ഷണം പാകം ചെയ്യുന്നുണ്ടാവും, വസ്ത്രം അലക്കുന്നുണ്ടാകും, വീട്ടിലെ കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ടാകും. അങ്ങനെയാണ് ഖൗല ബിൻതു സഅലബ റളിയല്ലാഹു അൻഹ നബി തങ്ങളോട് ഖദ് സമിഅ അല്ലാഹു ഖൗലല്ലതി തുജാദിലുക ഫീ സൗജിഹാ വതഷ്തകി ഇലല്ലാഹ് എന്ന് പറഞ്ഞ് ഹബീബായ നബി തങ്ങളുടെ മുമ്പിൽ വന്ന് ഒരു പരാതി പറഞ്ഞ ആ ചരിത്രം ആയിഷ ബീവി റളിയല്ലാഹു അൻഹ പറയുന്നുണ്ട്. ഞാൻ കർട്ടന്റെ ഇപ്പുറത്തിരിക്കുന്നുണ്ട്, ഒരു റൂം, ഒരു കൊച്ചു റൂം. ആ റൂമിന്റെ ഇപ്പുറത്ത് വിരിച്ചിട്ട് ഞാൻ ഇപ്പുറത്തിരിക്കുന്നുണ്ട്. നബി തങ്ങളോട് സ്വന്തം ഭർത്താവ് തന്നെ ജാഹിലിയ കാലത്ത് ത്വലാഖ് ചൊല്ലാൻ പറഞ്ഞിരുന്നൊരു വാക്കുണ്ട്, അൻസി അലയ്യ കദുഹരി ഉമ്മി. ആ വാക്ക് ചൊല്ലി തന്നെ ത്വലാഖ് ചൊല്ലിയോ എന്ന് പേടിച്ച് അതിന്റെ മസ്അല അറിയാൻ വേണ്ടി നബി തങ്ങളോട് വന്ന് പരാതി പറഞ്ഞ ഖൗല ബീവി റളിയല്ലാഹു അൻഹ നബി തങ്ങളോട് സംസാരിച്ച സംസാരം ഞാൻ കേട്ടിട്ടില്ലായിരുന്നു. ആയിഷ ബീവി പറയാ, ഞാൻ അത്രയും അല്ലേ പറഞ്ഞത്. അത് വളരെ മനോഹരമായൊരു ചരിത്രമാണ്. ഉമർ റളിയല്ലാഹു അൻഹു ഖൗല ബീവിയെ കാണുമ്പോൾ അവസാന കാലം അവിടെ വഴിയിൽ നിന്നിട്ട് കുറേ നേരം ഖൗല ബീവിക്ക് പറയാനുള്ളതൊക്കെ പറഞ്ഞ് എല്ലാം തീർന്നിട്ടേ ഖൗല ബീവി എണീക്കുള്ളൂ, ഉമർ തങ്ങൾ എണീക്കുള്ളൂ. അപ്പോൾ ഉമർ തങ്ങളുടെ കൂടെയുള്ള ആളുകൾ പറയും, ഉമ്മാ നിങ്ങളൊന്ന് ഖലീഫയെ ഒന്ന് വിട്ടേക്കണം, ഒരുപാട് തിരക്കുള്ള ആളല്ലേ, നിങ്ങളിങ്ങനെ പഴയ കഥയും പറഞ്ഞ് അദ്ദേഹത്തിന്റെ സമയം കളയരുത് എന്ന് പറഞ്ഞപ്പോൾ ഉമർ റളിയല്ലാഹു അൻഹു ചോദിച്ചു, അതദരി മൻ ഹാദിഹി, ആരാണ് ഈ ഉമ്മ, നിനക്കറിയോ? ആരുടെ വർത്തമാന ഞാൻ ഈ കേട്ടതെന്നറിയോ? ഖദ് സമിഅ അല്ലാഹു ഖൗലല്ലതി തുജാദിലുക ഫീ സൗജിഹാ. അല്ലാഹു കേട്ടു എന്ന് റബ്ബ് തആല ആരുടെ വർത്തമാനത്തെ കുറിച്ചാണോ നബി തങ്ങൾക്ക് വഹയായി ഇറക്കിയത്, ആ പെണ്ണാണിത്. തന്റെ ഭർത്താവിനെ കുറിച്ച് പരാതി പറയാൻ, ദുഹാറിന്റെ മസ്അല ഉമ്മത്തിനെ പഠിപ്പിക്കാൻ അവസരമുണ്ടായ ആ സംഭവത്തിന്റെ കാരണക്കാരിയായ ഖൗല ബിൻതു സഅലബ ബീവി റളിയല്ലാഹു അൻഹയാണിത് എന്ന് ഉമർ തങ്ങൾ, അല്ലാഹ് കേട്ട പെണ്ണാണിത്, പിന്നെ ഉമർ കേൾക്കണ്ടേ. അങ്ങനെ കുറെ നേരം അവരുടെ കൂടെ ഉമർ തങ്ങൾ സംസാരം കേട്ടിരിക്കുമായിരുന്നു പ്രായകാലത്ത്. ആയിഷ ബീവി പറയുന്നുണ്ട്, ഞാൻ ഈ കർട്ടന്റെ ബാക്കിലിരുന്ന് എന്റെ പണിയൊക്കെ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഖൗല ബീവി നബി തങ്ങളോട് സംസാരിച്ച ഈ കഥ ഞാൻ കേട്ടിട്ടില്ല. അതാണ് 7 ആകാശങ്ങൾക്കപ്പുറത്ത് അള്ളാഹുവിന്റെ സൃഷ്ടികൾക്ക് അതീതനായ ഉലുവിലും അദമത്തിലുമുള്ള അല്ലാഹു ജല്ല ജലാലു റബ്ബ് തആല അലിയായ അല്ലാഹു അത് കേട്ടു. മിൻ ഫൗഖി 7 സമാവാത്ത്. അങ്ങനെ ആയത്തിറങ്ങി, ഖദ് സമിഅ അല്ലാഹു ഖൗലല്ലതി തുജാദിലുക ഫീ സൗജിഹാ വതഷ്തകീ ഇലല്ലാഹ് വല്ലാഹു യസ്മഉ തഹാവുറകുമാ. നിങ്ങളുടെ സംഭാഷണം അല്ലാഹു കേട്ടു നബിയേ എന്ന് സൂറത്തുൽ മുജാദല ഇറങ്ങാൻ കാരണമായ സംഭവം ആയിഷ ബീവി റളിയല്ലാഹു അൻഹ പറയുന്നു, ഞാൻ അപ്പുറന്ന് കേട്ടിട്ടില്ല, പക്ഷെ അല്ലാഹു അത് കേട്ടു. അതാണ് നമ്മൾ ദ്വാരക്കുമ്പോഴേ നമ്മുടെ റൂമിനുള്ളൊന്നും എല്ലാം പറഞ്ഞാലും അല്ലാഹു അത് കേൾക്കും. ഇപ്പുറത്തെ റൂമിൽ തൊട്ടടുത്തിരിക്കുന്ന ആളത് കേട്ടിട്ടില്ലായിരിക്കാം, അവിടെ ഉറങ്ങുന്ന ആൾ കേട്ടിട്ടില്ലായിരിക്കാം, അടുക്കളയിലുള്ള ആൾ കേട്ടിട്ടില്ലായിരിക്കാം. നിങ്ങളുടെ മനസ്സിനെ കേൾക്കാൻ അല്ലാഹുവിന് കഴിയും എന്നതിൻ്റെ വലിയൊരു തെളിവാണ്, അടയാളമാണ് ഖൗല ബീവിയുടെ ഈ സംഭവത്തിൽ ആയത്തിറങ്ങിയത്. ഞാൻ കേട്ടിട്ടില്ല അപ്പുറത്തിരുന്നിട്ട്, പക്ഷെ അത് ആയത്തിറങ്ങിയപ്പോഴാണ് ഇതായിരുന്നു അവർ സംസാരിച്ചിരുന്നത് എന്ന വിഷയം ഞാൻ പോലും അറിയുന്നത് എന്ന് ആയിഷത്തു സിദ്ദീഖ റളിയല്ലാഹു അൻഹ. അപ്പോൾ യാത്രാ സംഘങ്ങൾ വരുന്ന കാലമാണ്, നിവേദക സംഘങ്ങൾ ഹബീബായ നബിയെ കാണാൻ വരുന്ന കാലമാണിത്.
കാനത്ത് ഇന്നൽ വുഫൂദ കാനത്ത് തഫിദു അലൈഹി വതൻഅതു ലഹു അൻ-നുഊത്. നബി തങ്ങൾക്ക് അസുഖം വരുമ്പോൾ അവർ പല മരുന്നും പറഞ്ഞു കൊടുക്കും. ഫഅഹ്ഫദു ദാലിക മിമ്മാ കാന യുഖാലു വയൂസഫു ലിറസൂലില്ലാഹ്. അല്ലാഹുവിന്റെ റസൂലിന് അവർ പറഞ്ഞു കൊടുക്കുന്ന മരുന്നുകൾ ഞാൻ അങ്ങനെ കേട്ടു പഠിക്കാറുണ്ട് എന്ന് ആയിഷ ബീവി റളിയല്ലാഹു അൻഹ. ഹബീബായ നബി തങ്ങൾ തന്നെ മരുന്നുണ്ട്. തിബ്ബുൻ നബവി, ദ പ്രൊഫറ്റിക് മെഡിസിൻ. തിബ്ബുൻ നബവി എന്ന് പറഞ്ഞ കിതാബിനുണ്ട്. ഹബീബായ നബി തങ്ങൾ അസുഖങ്ങൾക്ക് മരുന്ന് നബി തങ്ങൾ പറഞ്ഞു കൊടുത്ത പച്ചമരുന്നുകൾ, ഹബീബായ നബി തങ്ങളുടെ പ്രിസ്ക്രിപ്ഷൻസ്, അതൊക്കെ ഒന്ന് ലോകത്ത് വളരെ വ്യാപിച്ചു കൊണ്ടിരിക്കുകയാണ്. പുണ്യനബിയുടെ തിബ്ബുൻ നബവി, ദ പ്രൊഫറ്റിക് മെഡിസിൻ. ആയിഷ ബീവി റളിയല്ലാഹു അൻഹ പണ്ഡിതയായി മാറിയിട്ടുണ്ട്. പണ്ഡിതയാണ്. ഒരു ഉമ്മത്തിന് മുഴുവനും സംസ്കാരം പഠിപ്പിച്ച മഹദിയാണ് ആയിഷത്തു സിദ്ദീഖ റളിയല്ലാഹു അൻഹാ. ഏറ്റവും വലിയ ദാനധർമ്മിഷ്ഠയായിരുന്ന മഹദി റളിയല്ലാഹു അൻഹാ. 1,00,000 ദിർഹം സ്വർണ്ണ നാണയം, വെള്ളി നാണയങ്ങൾ ആയിഷ ബീവി റളിയല്ലാഹു അൻഹയുടെ വീട്ടുമുറ്റത്ത് മുആവിയ തങ്ങൾ കൊടുത്തയച്ചപ്പോ വൈകുന്നേരമാകുമ്പോഴേക്കും ആ 1,00,000 നാണയങ്ങൾ പാവപ്പെട്ടവർക്ക് ബീവി കൊടുത്തു തീർത്തിട്ടുണ്ടായിരുന്നു. അന്ന് ബീവിക്ക് സുന്നത്ത് നോമ്പാണ്. അപ്പൊ ബീവി അവിടുത്തെ വേലക്കാരിയോട് ചോദിച്ചു, ഇഫ്താറിന് എന്താ ഉള്ളത്, നോമ്പ് തുറക്കാൻ എന്താണുള്ളത് എന്ന് ചോദിച്ചു. അപ്പൊ പറഞ്ഞു, ഉമ്മ വീട്ടിലൊന്നുമില്ലല്ലോ എന്ന് പറഞ്ഞു. എന്നിട്ട് ആ പെണ്ണ് ചോദിച്ചു, അല്ല ഉമ്മ, 1 ദിർഹം, ഈ 1,00,000 നിങ്ങൾക്ക് ഭക്ഷണത്തിനെടുത്ത് വെച്ച് കൊടുത്തിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലും ഒരു ഇറച്ചി കഷ്ണമെങ്കിലും നിങ്ങൾക്ക് ഞാൻ ഭക്ഷണം ഉണ്ടാക്കി തരുമായിരുന്നല്ലോ. ബി പറഞ്ഞു, ഞാനത് കൊടുത്തു കഴിഞ്ഞു. വലാ തുഅന്നിചീനി, ഇനി എന്നെ കുറ്റം പറയല്ലേ, ഞാൻ കൊടുത്തു കഴിഞ്ഞു. നോക്കണം, നമ്മളൊക്കെ അവനവന്റെ വീട്ടിലത്തെ ചെലവും അവനവന്റെ കടം വീട്ടിയിട്ട് ബാക്കിയല്ലേ കൊടുക്കുള്ളൂ. അവനവന്റെ ആവശ്യങ്ങൾ കഴിഞ്ഞ് മിനിമം അത്രയെങ്കിലും ആവശ്യങ്ങൾ എനിക്കും എൻ്റെ വീട്ടുകാർക്കും എൻ്റെ ഭാര്യയ്ക്കും മക്കൾക്കും ഇത് കഴിച്ചിട്ടല്ലേ നമ്മൾ കൊടുക്കുള്ളൂ. ആയിഷ ബീവി റളിയല്ലാഹു അൻഹ നോമ്പ് തുറക്കാനുള്ള ആ ഭക്ഷണം പോലും മറന്നിട്ട് ആ കൊണ്ടുവന്നത് മുഴുവനും ദാനം ചെയ്തു. അങ്ങനത്തെ മഹദിയാണ് നമ്മൾ ഈ പറയുന്ന ആയിഷ ബീവി എന്ന് പറയുന്ന മഹദി റളിയല്ലാഹു അൻഹ. ഭയങ്കര സ്വതക്കയാണ്. സ്വതക്ക അങ്ങനെ കൊടുക്കും, കിട്ടുന്നത് മുഴുവൻ കൊടുക്കും. നബിതങ്ങളുടെ ഭാര്യമാർ ഹബീബിന്റെ സൗജാത്തുകളായതിന്റെ പേരിൽ അന്നത്തെ ഭരണാധികാരികൾ ഉമ്മഹാത്തുൽ മുഅ്മിനീന് മാത്രം പ്രത്യേകമായ ഫണ്ട് അവരെ ഖജനാവിൽ നിന്ന് കൊടുത്തയക്കുമായിരുന്നു. അത് അവരുടെ ചെലവിനുള്ളതാണ്. നബിതങ്ങളുടെ ഭാര്യമാർ ആരോടും കൈനീട്ടരുത്, അവർക്ക് വിഷമുണ്ടാവരുത്, അവർ ജീവിച്ചു പോകാൻ ബുദ്ധിമുട്ടാവരുത്. കാരണം അള്ളാഹുവിന്റെ നിയമമാണ് ഹബീബിന്റെ ഭാര്യമാരെ മറ്റൊരാളും ഹബീബിന് ശേഷം വിവാഹം ചെയ്യാൻ പാടില്ല എന്ന്. അതുകൊണ്ട് ഹബീബിന്റെ വഫാത്തിന് ശേഷം അവരങ്ങനെയാണ്, ഒറ്റക്കാണ് ജീവിക്കുന്നത്. അവരുടെ ജീവിതത്തിന്റെ ചെലവുകൾ ഖുലഫാഉകൾ കൊടുത്തയക്കുന്ന ഇതുപോലെയുള്ള ഹദിയകളും ദാനങ്ങളുമായിരുന്നു. ആ കിട്ടുന്നതിൽ നിന്ന് മുഴുവൻ അങ്ങനെ വാരിക്കോരി സ്വതക്ക ചെയ്ത മഹദിയായ ആയിഷത്തു സിദ്ദീഖ റളിയല്ലാഹു അൻഹ. ആയിഷ ബീവിക്ക് ഒരു വീടുണ്ടായിരുന്നു മദീനയിൽ. ആ വീട് ആരും അറിയാതെ ആയിഷ ബീവി ആ വീട് വിറ്റു. ആ വിറ്റ കാശ് മുഴുവൻ സ്വതക്കം ചെയ്തു പാവപ്പെട്ടവർക്ക്. അത് അബ്ദുല്ലാഹിബ്നു സുബൈർ എന്ന ആയിഷ ബീവി പോറ്റി വളർത്തിയ ജ്യേഷ്ഠത്തിയുടെ മകൻ അബ്ദുല്ലാഹിബ്നു സുബൈർ എന്നവരറിഞ്ഞപ്പോ അദ്ദേഹം ഒന്ന് ദേഷ്യത്തിൽ പറഞ്ഞു, എന്ത് പരിപാടി, ഒരു വീട് നിങ്ങളുടെ വരുമാനമായി ഉണ്ടായിരുന്ന വീടല്ലേ ഉമ്മ, അത് ഞങ്ങളോട് ആരോടും പറയാതെ നിങ്ങൾ വിറ്റും ചെയ്തു, വിറ്റ കാശ് മുഴുവൻ സ്വതക്കം ചെയ്തു. ഇങ്ങനെ സ്വതക്ക ചെയ്ത് ജീവിക്കാൻ പറ്റുമോ? എന്തെങ്കിലും ബാക്കി വെക്കണ്ടേ? അത് പറഞ്ഞതിൽ ആയിഷ ബീവിയും അബ്ദുല്ലാഹി തങ്ങളും തെറ്റിയിട്ടുണ്ട്. കൊല്ലങ്ങളോളം തെറ്റിയിട്ടുണ്ട്. ആയിഷ ബീവി പറഞ്ഞു, എന്നോട് അവനത് പറയാൻ പാടില്ലായിരുന്നു, എന്നോടങ്ങനെ. ആയിഷ ബീവി ചീത്ത പറഞ്ഞതല്ല, ബീവിയുടെ ഈ ദാനധർമ്മശീലം പരിധി വിട്ടുപോയപ്പോ പറഞ്ഞു പോയതാണ്. ഇങ്ങനെ എല്ലാം കൊടുത്ത് വിറ്റ് തീർക്കുകയാണോ? ആയിഷ പറഞ്ഞത്, എന്റേതല്ലേ, അള്ളാന്റെ മാർഗത്തിലല്ലേ ഞാൻ കൊടുക്കുന്നത്. ഞാൻ ചെയ്യുന്ന ദാനത്തെ എന്തിനെന്റെ മകൻ ജ്യേഷ്ഠത്തിയുടെ മോൻ എന്തിനെന്നോട് അതിനെ സംബന്ധിച്ച് പിറുപിറുക്കുന്നു എന്ന് ചോദിച്ചുകൊണ്ട് ആയിഷ റളിയല്ലാഹു അൻഹ പ്രേമിണ്ടാതെ കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ തെറ്റ് തീർന്നത് വേറെ ചരിത്രമാണ്. നമ്മൾ വേറെ വാതിൽ പറഞ്ഞിട്ടുണ്ട്. അത് ആയിഷ ബീവി റളിയല്ലാഹു അൻഹ അങ്ങനെയായിരുന്നു. മാഷാ അല്ലാഹ്, അത്രയും വലിയ ദാനശീലയായ മഹദിയാണ്. അവർ ചെയ്ത ദാനങ്ങളിൽ ഏറ്റവും വലിയ ദാനമാണ് സ്വന്തം ഖബറിന് വേണ്ടി മാറ്റിവെച്ചിരുന്ന സ്ഥലം റളിയല്ലാഹു അൻഹുവിന് കൊടുത്തത്. റൗളാ ഷരീഫ് എന്ന് നമ്മൾ പറയുന്ന അൽ ഹുജ്റത്തു ഷരീഫ, ശരിക്കും അതിന്റെ പേരതാണ് അൽ ഹുജ്റത്തു ഷരീഫ. പരിശുദ്ധമായ റൂം, പരിശുദ്ധമായ മുറി, പരിശുദ്ധമായ റൗള എന്ന് പറയുന്നത് ആ റൂമിന്റെയും മിമ്പറിന്റെയും ഇടയിലുള്ള സ്ഥലമാണ്. മാ ബൈന ബൈതി വ മിമ്പരി റൗളത്തും മിൻ റിയാദുൽ ജന്ന. അത് നബി തങ്ങളുടെ ഖബറാണിപ്പോ.
ആ വീട് ആയിഷ ബീവിയുടെ വീടല്ലേ? തങ്ങളെ വഫാത്തായപ്പോൾ തങ്ങൾ അവിടെ മറവ് ചെയ്തു. കാരണം പ്രവാചകന്മാർക്കൊരു നിയമമുണ്ട്, അവരെവിടെയാണോ വഫാത്താകുന്നത് അവിടെയാണ് ഖബർ കുഴിക്കേണ്ടത്. എവിടെയാണോ വഫാത്താകുന്നത് മയ്യത്ത് കുളിപ്പിക്കാൻ ഇപ്പുറത്തേക്ക് മാറ്റിവെക്കാം. പക്ഷേ ഖബർ അവരെവിടെ കിടന്ന് മരിച്ചുവോ അത് വീടാണെങ്കിൽ വീട്, അത് പള്ളിയാണെങ്കിൽ പള്ളി, അത് ഖബർസ്ഥാൻ, അത് സാധാരണ മണ്ണാണെങ്കിൽ അത് എവിടെയാണോ അവിടെ ഖബർ കുഴിക്കണം. അങ്ങനെയാണ് വഖദാലി. അതുകൊണ്ടാണ് നബി തങ്ങളുടെ ഖബർ അവിടെ വരാൻ കാരണം സല്ലല്ലാഹു അലൈഹി വസല്ലം. അത് കഴിഞ്ഞപ്പോൾ പിന്നെ അവിടെ ആകെ രണ്ടാൾക്കേ സ്ഥലമുള്ളൂ. സിദ്ദീഖ് റളിയല്ലാഹു അൻഹു എന്ന തന്റെ ഉപ്പ വഫാത്തായി. അത് അത്ഭുതം. തങ്ങൾ വഫാത്തായത് എത്രാമത്തെ വയസ്സില്? 63. സിദ്ദീഖ് എന്നവർ വഫാത്തായതോ 63. ഉമർ എന്നവർ വഫാത്തായതോ അതും 63. 3 പേര് ഒരുമിച്ച് അവിടെ കിടക്കണത്. അങ്ങനെ സിദ്ദീഖ് എന്നവര് അവിടെ വഫാത്തായി കിടക്കുമ്പോൾ ആയിഷ ബീവിക്ക് പ്രശ്നമൊന്നുമില്ല. ആയിഷ ബീവി സാധാരണ വീട്ടിലൊക്കെ നടക്കുന്ന പോലെ നടക്കും. കാരണം അവിടെ കിടക്കുന്നത് ആരാ? ഒന്ന് തന്റെ ഭർത്താവ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, പിന്നെ ആരാ? തന്റെ ഉപ്പയാണ് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. ഉമർ തങ്ങൾക്ക് വയറിന് കുത്തേറ്റ് ആ വലിയ പ്രയാസമുണ്ടായപ്പോൾ ഉമർ റളിയല്ലാഹു അൻഹു മകൻ അബ്ദുല്ലാഹിബ്നു ഉമർ എന്നവരെ പറഞ്ഞയച്ചിട്ട് പറഞ്ഞു, മോനെ വാപ്പ മരിക്കാൻ പോവാണ് കേട്ടോ, വാപ്പ ഇതിന്ന് രക്ഷപ്പെടുക, വയറൊക്കെ ഇങ്ങനെ കീറി പറഞ്ഞു കിടക്കുകയാണ്. ഒരാൾ ഉമർ തങ്ങളെ സ്റ്റാബ് ചെയ്തതല്ലേ, അങ്ങനെ പറഞ്ഞു, മോനെ ഞാൻ മരിക്കാൻ ആയിട്ടുണ്ട്, അതുകൊണ്ട് ആയിഷ ബീവിയോട് പോയിട്ടൊന്ന് ചോദിക്കണം, ആയിഷ ബീവിയോട് പോയിട്ടൊന്ന് ചോദിക്കണം മോനെ, വാപ്പാക്ക് ഉമർ എന്നവർക്ക് അവിടെ സ്ഥലം തരുമോ? മഹാന്മാരുടെ ഹളറത്തിന് പുണ്യമുണ്ട്, മഹാന്മാരുടെ സ്ഥാനത്തിന് മഹത്വമുണ്ട്. ഏതെങ്കിലും പള്ളിക്കാട്ടിൽ അവിടെ ജന്നത്തുൽ ബഖീഉണ്ട്, അവിടെ പോയി കിടന്നാൽ മതി. ഉമർ തങ്ങൾ ആഗ്രഹിച്ചു റസൂലുള്ളാഹി തങ്ങളുടെ കൂടെ കിടക്കണം, ഹബീബിന്റെ സ്വാഹിബ് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ കൂടെ കിടക്കണം. അതിന് ആയിഷ ബീവി സമ്മതം തരണം. ആയിഷ ബീവിന്റെ വീടാ, അവിടെ ഇനി ഒരാൾക്കുള്ള ഖബറേ ഉള്ളൂ. പക്ഷേ ഈസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം അവിടെ മറവ് ചെയ്യപ്പെടും എന്ന് കാണാൻ കഴിയുന്നുണ്ട്. ഏതായിരുന്നാലും അന്നവിടെ ഒരാൾക്കുള്ള ഖബറേ ഉള്ളൂ, ഒരാൾക്കുള്ള സ്ഥലമേ ഉള്ളൂ. ചോദിച്ചു വാപ്പ ചോദിക്കുന്നു, വാപ്പ എന്ന് പറഞ്ഞാൽ അമീറുൽ മുഅ്മിനീൻ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ചോദിക്കുന്നു, സിദ്ദീഖ് തങ്ങളുടെയും ഹബീബായ റസൂലുള്ളാഹി തങ്ങളുടെയും കൂടെ ഇവിടെ മറവ് ചെയ്യാൻ ആയിഷ ബീവി നിങ്ങൾ അനുവദിക്കുമോ? ആയിഷ ബീവി ഇങ്ങനെ തലതാഴ്ത്തിയിരുന്നു. ബീവിക്ക് അവിടെ കിടക്കണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. ഒന്ന് വാപ്പയാണ്, ഒന്ന് ഭർത്താവാണ്. ആ സ്ഥലമാണ് ബീവി മാറിക്കൊടുത്തത്. എന്നിട്ട് ബീവി ജന്നത്തുൽ ബഖീ പോയി കിടക്കുന്നു. യാ അല്ലാഹ്, കുറേ നേരം തലതാഴ്ത്തി നിന്നു. എന്നിട്ട് പറഞ്ഞു, മോനെ ഞാനത് ആഗ്രഹിച്ച സ്ഥലമാണ് എനിക്ക്, പക്ഷേ ഉമർ എന്നവർ ചോദിച്ചില്ലേ, ഞാൻ കൊടുക്കുകയാണ്. ഉമർ തങ്ങൾ വീണ്ടും സന്തോഷം പറഞ്ഞു, മോനെ ഒന്ന് വാപ്പാ, ആയിഷ ബീവി സമ്മതിച്ചിട്ടുണ്ട്. ഉമർ തങ്ങൾ സന്തോഷം, വയറിങ്ങനെ കീറിപ്പറിഞ്ഞ് കിടക്കുകയാണ് ഉമർ റളിയല്ലാഹു അൻഹു, ആ കുത്തുകൊണ്ടിട്ട് നിസ്കരിക്കുമ്പോഴല്ലേ കുത്തേറ്റത്. എന്നിട്ട് ഉമർ തങ്ങൾ പറഞ്ഞു, മോനെ ഞാനിപ്പോ കണ്ണടക്കും, ഞാൻ ലോകത്തോട് വിട പറയാൻ. എന്റെ ജനാസ മറവ് ചെയ്യാൻ കൊണ്ടുപോകുമ്പോ ആയിഷ ബീവിയുടെ വീടിന്റെ മുമ്പിൽ ഒന്നുകൂടെ വെക്കണം. ഒരു പക്ഷേ ബീവിക്ക് മനസ്സിന് എന്തെങ്കിലും ഒരു വിഷമം, ഇനി മനസ്സ് മാറുക, ഇനി വേണ്ടാന്ന് തീരുമാനിച്ചിട്ടുണ്ടോ, അങ്ങനെ എന്തെങ്കിലും ഒരു മനം മാറ്റം ബീവിക്കുണ്ടായെങ്കിലോ, അതുകൊണ്ട് എന്റെ ജനാസ ബീവിയുടെ വീടിന്റെ മുമ്പിൽ ഇറക്കി വെക്കണം. എന്നിട്ടൊന്നുകൂടെ പോയി ചോദിക്കണം, യാ ഉമ്മാ, ഉമ്മാ എന്റെ വാപ്പയെ ഇവിടെ അടക്കം ചെയ്തോട്ടെ എന്ന് ആയിഷ ബീവിയോട് ഒന്നുകൂടെ ചോദിക്കണം. സമ്മതം തന്നാൽ എന്നെ അവിടെ വെക്കണം, അതാണ് എനിക്ക് എന്റെ ആഗ്രഹം. ഇല്ലെങ്കിൽ എന്നെ മുസ്ലിമീങ്ങളുടെ മഖ്ബറയിൽ കൊണ്ടുപോയി മറവ് ചെയ്തേക്കണം എന്ന് പറഞ്ഞ ജന്നത്തുൽ ബഖീൽ മദീന പള്ളിയിൽ തൊട്ടടുത്തുള്ള മഖ്ബറയിൽ ആയിഷ ബീവി റളിയല്ലാഹു അൻഹ അതിനും സമ്മതിച്ചു. അതുകൊണ്ട് ആലിമീങ്ങൾ പറയും, ലോകത്ത് ഇത്രമേൽ വലിയൊരു ദാനം ചെയ്ത, ഒരു സാക്രിഫൈസ്, ഒരു ത്യാഗം ചെയ്ത സംഭവം ഇനി ലോകത്തില്ല. കാരണം ഹബീബിന്റെ കൂടെ കിടക്കാൻ ഭാഗ്യമുണ്ടാകുമായിരുന്ന ഒരു അനുഭവം ആയിഷ ബീവി റളിയല്ലാഹു അൻഹ ആർക്ക് വേണ്ടി വിട്ടുകൊടുത്തു? ഉമർ തങ്ങൾക്ക് വേണ്ടി. എന്നിട്ട് ആയിഷ ബീവി പറയുന്നു, ആ റൂമിലേക്ക് എന്റെ വാപ്പയെ, എന്റെ ഭർത്താവിനെ സിയാറത്ത് ചെയ്യാൻ വേണ്ടി ഞാൻ ചെല്ലുമ്പോ വഅന മശ്ദൂദത്തുൻ അലയ്യ സിയാബി, ഞാനൊരു അന്യപുരുഷന്റെ മുമ്പിലേക്ക് ചെല്ലുമ്പോൾ എങ്ങനെയാണോ എന്റെ ശരീരം മറച്ചുകൊണ്ട് ഞാൻ പോകുന്നത്, ഞാൻ ഉമർ എന്നവരെ കടത്തിയതിന് ശേഷം ആ റൂമിലേക്ക് ഞാൻ അങ്ങനെയാണ് പോയിരുന്നത്. സ്വഹീഹായ ഹദീസല്ലേ. എന്തിന്? ആദ്യം ഞാൻ വിചാരിച്ചു എന്റെ ഉപ്പയല്ലേ, എന്റെ വാപ്പയല്ലേ, ഇനി കിടക്കുന്നത് ഉമർ എന്നവരാണ്, അത് അന്യപുരുഷനാണ്. അതുകൊണ്ട് ഞാൻ എന്റെ ശരീരം മറക്കണം, അച്ചടക്കം പാലിക്കണം, എന്റെ വസ്ത്രവിധാനങ്ങൾ ശ്രദ്ധിക്കണം.
അങ്ങനെ ഞാൻ ഒരു അന്യപുരുഷന്റെ മുമ്പിൽ ചെല്ലുമ്പോൾ എങ്ങനെയാണോ ഹിജാബ് ധരിച്ചു പോയിരുന്നത്, അങ്ങനെയാണ് ഉമർ എന്നവർ കടന്നതിന് ശേഷം ഞാൻ ആ റൂമിലേക്ക് പോയിരുന്നത് എന്ന് ആയിഷത്തു സിദ്ദീഖ റളിയല്ലാഹു അൻഹാ. പെണ്ണുങ്ങളെ കല്യാണാകുമ്പോഴും തക്കാരാകുമ്പോഴും നമ്മൾ പർദ്ദയൊക്കെ അഴിച്ചു വെച്ചിട്ട് ഒരു വസ്ത്രവിധാനങ്ങളിലൊക്കെ ഒരു വലിയ സമൂലമായ മാറ്റം ചെയ്ത് നമ്മുടെ ഔറത്തും ശരീരത്തിന്റെ ഭംഗിയും കാണിക്കുന്ന സ്ഥിതിവിശേഷങ്ങൾ ഉണ്ടാവാറില്ലേ? ടൗണിലേക്കും മറ്റു ഏതെങ്കിലും സെലിബ്രേഷനിലേക്കൊക്കെ നമ്മൾ ചെല്ലുന്ന സമയം നമ്മുടെ ഐഡന്റിറ്റി എന്ന് പറയുന്നത് നമ്മുടെ വസ്ത്രവിധാനം, നമ്മുടെ സ്വഭാവം, നമ്മുടെ പെരുമാറ്റം, നമ്മുടെ ദീൻ, അത് നിങ്ങൾ അഴിച്ചു വെക്കല്ലേ, അത് നിങ്ങൾ സാക്രിഫൈസ് ചെയ്യല്ലേ. മയ്യത്തായി കിടക്കുന്ന ഉമർ എന്നവരുടെ മുമ്പിലേക്കാണ് ആയിഷ ബീവി വരുന്നത്. ജീവിച്ചിരിക്കുന്ന സമയത്തെ കഥയല്ല ഈ പറയുന്നത്, മരിച്ചു കഴിഞ്ഞതിന് ശേഷം ഖബറിൽ കിടക്കുകയാണ്. പക്ഷെ അവിടെ ജീവിതമുണ്ട്. മരിച്ചു കഴിഞ്ഞാൽ പിന്നെ എല്ലാം തീർന്നു എന്ന് വിചാരിക്കുന്നവരെന്ന് ആലോചിക്കണം. ആയിഷ ബീവി റളിയല്ലാഹു അൻഹ അവിടെ മറവ് ചെയ്യപ്പെട്ട് കിടക്കുന്ന ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു മുമ്പിലേക്ക് ചെല്ലുമ്പോൾ പറഞ്ഞ വാക്കാണിത്, ഇല്ലാ വഅന മഷ്ദൂദത്തുൻ അലയ്യ സിയാബി. എൻ്റെ വസ്ത്രം മുഴുവനും ഞാൻ എൻ്റെ ദേഹത്ത് വലിച്ചു മുറുക്കി കെട്ടിയിട്ടാണ് ഞാൻ പിന്നെ ആ റൂമിലേക്ക് കിടക്കാറുണ്ടായിരുന്നത്, ഉമർ എന്നവരുള്ളതിൻ്റെ പേരിൽ. സുബ്ഹാനല്ലാഹ്, അത്ര വലിയ ദാനം ചെയ്ത, ത്യാഗം ചെയ്ത ഉമ്മയാണ് നമ്മുടെ ഉമ്മയായ ആയിഷത്തു സിദ്ദീഖ റളിയല്ലാഹു അൻഹ. അതുകൊണ്ട് പാഠങ്ങൾ ഒരുപാടുണ്ട് ഇതിൽ, പാഠങ്ങൾ ഒരുപാടുണ്ട്. നമ്മുടെ പെൺകുട്ടികളുടെ വസ്ത്രവിധാനങ്ങൾ, മോഡലുകളും ഫാഷനുകളും ടെക്സ്റ്റൈൽസുകളൊക്കെയാണ് ഇത് ഇറക്കിയത്. അവരുടെ ഒരു മാർക്കറ്റിംഗ് ആണ്. വ്യത്യസ്തങ്ങളായ വസ്ത്രങ്ങൾ അവർ പുറത്തിറക്കും. പലതും ഡമ്മിയിൽ അവർ കാണാൻ പറ്റും നമുക്ക്. അപ്പൊ നമുക്ക് നല്ല അടിച്ചുപൊളി വസ്ത്രങ്ങൾ എന്ന് തോന്നും. മക്കൾക്കൊക്കെ ആഗ്രഹം ഉണ്ടാകും, സ്വാഭാവികമാണ്. പക്ഷേ നിങ്ങൾ അന്യപുരുഷന്മാർക്കിടയിലേക്ക് ഇറങ്ങുന്ന സാഹചര്യങ്ങൾ ഉണ്ടെങ്കിൽ തീർച്ചയായും കൃത്യമായ ഔറത്തും ദീനിന്റെ അച്ചടക്കവും പാലിച്ചുകൊണ്ടുള്ള വസ്ത്രവിധാനത്തിലേ ഇറങ്ങാവൂ. അള്ളാഹു നമ്മുടെ മക്കൾക്കും നമുക്കൊക്കെ അള്ളാഹുവിന്റെ ദീനനുസരിച്ച് ജീവിക്കാൻ തൗഫീഖ് തരട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ.